بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ആദർശ സമ്മേളനത്തിന്റെ പ്രസീഡിയത്തിലിരിക്കുന്ന ബഹുമാന്യരെ, ഇരുവേറ്റി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഈ പ്രഭാഷണം ഗ്രഹിക്കുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി വന്നു ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികളെ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഈ പ്രഭാഷണം കേൾക്കുന്ന സഹൃദയരെ, മനുഷ്യജീവിതത്തിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും പരീക്ഷണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് നമുക്കറിയാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗലോകത്ത് ജീവിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു വലിയ പരീക്ഷണം വെച്ചു. വലാ തഖ്റബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. സൂറത്ത് ബഖറയിലെ 35 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ആ മരത്തെ സമീപിക്കരുത്. ആ മരത്തെ സമീപിച്ചാൽ ഫതകൂന മിനൽ ളാലിമീൻ,
ലാലിമുകളിൽ പെട്ടുപോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു പരീക്ഷണമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാവും. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മനുഷ്യന്റെ മുഖ്യ ശത്രുവായ ഇബ്ലീസ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സമീപിച്ച് പ്രകോപിപ്പിച്ച് അല്ലാഹ് എന്തൊന്നിൽ നിന്ന് വിലക്കിയോ ആ മരത്തിലെ കായ് ഭുജിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും അതിന് അദ്ദേഹം വശംവദനാവുകയും സ്വർഗലോകത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു പോരുകയും ചെയ്തതായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അന്ന് മുതൽ ആരംഭിച്ചതാണല്ലോ മനുഷ്യന്റെ പരീക്ഷണം. ആദനബിയുടെ 2 മക്കളിൽ ഒരാളെ കൊല്ലുകയാണ്. അവിടെയും മനുഷ്യന് പരീക്ഷണമാണ്. അസൂയയായിരുന്നു അവിടെ പരീക്ഷണമായി മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു തിന്മ. അത് കൊലപാതകത്തിലാണ് കലാശിച്ചത്. ശേഷമുള്ള പ്രവാചകന്മാരുടെ മനുഷ്യകുലത്തിന്റെ ചരിത്രമൊക്കെ പരീക്ഷണ ബന്ധിതമാണ്. നൂഹ് നബിയുടെ കാലമാകുമ്പോഴേക്ക് 5 മഹാന്മാരായ ആളുകളെ ഓർക്കുന്നതിന് വേണ്ടി അവർ പ്രതിമയുണ്ടാക്കുകയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതവർക്കൊരു പരീക്ഷണമായി തീരുകയും ചെയ്തു എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു. അവിടെ നിന്നിങ്ങോട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ശക്തമായി പരീക്ഷിക്കപ്പെട്ടവരാണ്. പ്രവാചകന്മാർ ആരോപണങ്ങൾ ഏറെ കേട്ട് ശീലിച്ചിട്ടുള്ള ആളുകളാണ്. സമൂഹം അവരെ പല രൂപത്തിൽ വിമർശിച്ചിട്ടതായി വിശുദ്ധ ഖുർആനിലെ അനവധി വചനങ്ങളിലൂടെ നാം കേൾക്കുന്നു, നാം വായിക്കുന്നു. സത്യസന്ധരായി ജീവിച്ച ആളുകളുടെ നേരെ ആരോപണങ്ങളില്ലാത്ത ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. അതിലറിയുക, സമൂഹത്തിലെ ഏറ്റവും ഇടപെടുന്നവർക്ക് നേരെയാണ് ആരോപണങ്ങൾ ഉണ്ടാവുക എന്ന ഒരു യാഥാർത്ഥ്യം നാം നേരത്തെ കാലത്തെ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഒരു മാവിൽ മാമ്പഴമില്ലെങ്കിൽ ആ മാവിന് നേരെ കുട്ടികൾ കല്ലെറിയുകയില്ല. മാവിൽ നിറയെ മാമ്പഴമുണ്ടെങ്കിലോ ആ മാവിന് നേരെ കല്ലേറുണ്ടാവുക സ്വാഭാവികമാണ്. പ്രവർത്തിക്കുമ്പോഴേ, സമൂഹത്തിൽ ഇടപെടുമ്പോഴേ തീർച്ചയായും ആ വ്യക്തിക്കെതിരെ അനുകൂലവും പ്രതികൂലവുമായ ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. ഏത് കാലഘട്ടങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുക മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. ഏത് കാലഘട്ടങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുക മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിമീങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന ജൂത രാഷ്ട്രം ഫലസ്തീനിലും പരിസര പ്രദേശങ്ങളിലും ഗാസയിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നായാട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും താടനങ്ങളുടെയും നീണ്ട കഥകളുണ്ട് മുസ്ലിം ലോകത്ത്. ചെങ്കിസ് ഖാന്റെ പട്ടാളം താർസാരികൾ മംഗോളിയ കടന്നു വന്നു. ഖലീഫമാരുടെ ഖിലാഫത്ത് കാലഘട്ടം ലോകത്തുണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കൊലപാതകത്തിന് ശേഷമുണ്ടായ ചർച്ചകളുണ്ടായി. മുഹറം മാസം 10 ആശുറായിന്റെ ദിനം ഹുസൈൻ റളിയല്ലാഹു കൊല്ലപ്പെട്ടതിന്റെ ഭാഗമായി പലതുമുണ്ടായി. പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു വിശ്വാസികൾക്ക് ഏതേത് കാലഘട്ടങ്ങളിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടം പരീക്ഷണം തന്നെയായിരുന്നില്ലേ? യുദ്ധങ്ങളും ആരോപണങ്ങളും എന്തൊക്കെ. പവിത്രമായി ജീവിതം നയിച്ച ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായി. പല സ്വഹാബികളെ കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
സാഹിർ, കാഹിനെ, മജ്നൂൻ എന്നൊക്കെ വിളിച്ചു. അതൊന്നും ആയിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും ഉന്നതമായ സ്വഭാവമുള്ള ആളാകുന്നു നബിയെ താങ്കൾ എന്ന് പറയാനുള്ള കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ആരോപണമുണ്ടായി. ലോകത്ത് പല മഹാന്മാരെ കുറിച്ചും പല ആരോപണങ്ങളും അതിന്റെ പേരിലുള്ള പീഡനങ്ങളും ലോകത്തുണ്ടായി. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഗൗരവമായി നാം അറിയേണ്ട വളരെ പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇലല്ലാഹി മർജൂകും ജമീഅ ഫഉനബ്ബിയുകും ബിമാ കുൻതും തഅമലൂൻ. ഖുർആനിലെ 5-ാം അധ്യായം 105-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗമാണ്. ആദ്യ ഭാഗം ഞാൻ പിന്നീട് പറയാം. ഇലല്ലാഹി മർജൂകും ജമീഅ, നിങ്ങൾ എല്ലാവരും എന്നിലേക്കാണ് മടങ്ങി വരിക, സർവാധിനാഥനായ പടച്ചതമ്പുരാനിലേക്കാണ് മടങ്ങി വരിക. ഫഉനബ്ബിയുകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനത്തെ കുറിച്ച് അന്ന് അക്കമിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്ന് റഹ്മാനായ റബ്ബ് വിശദീകരിക്കുകയാണ്. ഇരുവേറ്റിയിലെ ഈ നിൽക്കുന്ന നിങ്ങൾക്കിടയിലെല്ലാം റോട്ടിൽ നിൽക്കുന്നവരോട് ഒരിക്കലും വഴി ബ്ലോക്കാകാൻ ഈ സമ്മേളനം ഒരു കാരണമാകാൻ പാടില്ല. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ലോക സെലഫികളെ കാലഘട്ടത്തിലും വിലമതിച്ചിട്ടുള്ള പ്രവാചകന്റെ സൂക്തങ്ങളിലൊന്നാണ് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സദഖ. ധാരാളം സ്ഥലം ഇവിടെയൊക്കെ ഉണ്ട്. ഇനി ഈ ഭാഗത്തൊക്കെ കസേരയിട്ടാലും ആളുകൾക്ക് ഇരിക്കാം. വഴി ബ്ലോക്ക് ചെയ്യാതെ, റോട്ടിലേക്ക് കയറി നിൽക്കാതെ, ഏതെങ്കിലും ഒരു വണ്ടി ശ്രദ്ധ തെറ്റി കാലിൽ കയറാതെ, അതിന്റെ പേരിൽ ഒരു ഇഷ്യൂസ് ഇല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വളരെ ഗൗരവമായി പറയുകയും, വാഹനം ഓടിക്കുന്നവരോട് അൽ അജലതു മിനശ് ശൈത്വാൻ, വേഗത പൈശാചികമാണ്, അതും ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിന്റെ എല്ലാ ഭാഗങ്ങളും സാഗൂതം കേൾക്കാൻ. ഒരു കാര്യം നിങ്ങൾ അറിയണം, ആർക്കെതിരുമല്ല ഇത്. നാം സ്നേഹിച്ച, നാം ബഹുമാനിച്ച, നാം ആദരിച്ച, നാം കൂടെ സഞ്ചരിച്ച, സൗഹൃദങ്ങൾ പങ്കുവെച്ച ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായി. ആത്മാർത്ഥമായവരങ്ങനെ മനസ്സിലാക്കി ഞങ്ങൾക്കൊക്കെ വലിയ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു. ആത്മാർത്ഥമായിട്ടാണ് അവർ ഞങ്ങളെ സ്നേഹിച്ചത് എന്നെല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷേ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോ ഇസ്ലാമിന് ചില കൃത്യമായ വഴികളുണ്ട്. അതെന്താണ്? അത് അവലംബിക്കണമെന്നാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ ആരോപണമുണ്ടായപ്പോൾ വിശ്വാസികൾക്ക് പറയാമായിരുന്നില്ലേ? അവർക്ക് നല്ലത് ചിന്തിക്കാമായിരുന്നില്ലേ? അവർക്ക് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാമായിരുന്നില്ലേ? അള്ളാഹുവിന്റെ അടുക്കൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ എന്തുമാത്രം ഗൗരവമുള്ള, ഇൻദല്ലാഹിൽ അലീം, അള്ളാഹുവിന്റെ അടുത്ത് എത്ര കഠോരമായ ഗുരുതരമായ പാപമാണ് അവർ പേറുന്നത് എന്നാ അല്ലാഹ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 5-ാം അധ്യായം 105-ാമത്തെ വചനം, വിശ്വാസികളെ, സഹോദരങ്ങളെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, ഈ വചനം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കലാപങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുമ്പോ ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാതലായ ഒരു വശത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ, അലൈക്കും അൻഫുസക്കും, ഓരോ വ്യക്തികളും ഓരോ കസേരയിലും പരിസരത്തൊക്കെ നിൽക്കുന്നവർ കൃത്യമായി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ മറന്നു വരുത് കേട്ടോ. ഏതാ കാര്യം? ദുനിയാവിലെ 10 സെന്റിന്റെ കാര്യ, അവനവൻ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ കാര്യ, പരലോകത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം നഫ്സിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ലാ യദുറുക്കും മല്ലല്ല ഇദഹ്തദൈതും, നിങ്ങളെ ഹിദായത്തിലാണെങ്കിൽ, അടിവരട്ടോളി എല്ലാരും, നിങ്ങളെ ഹിദായത്തിലാണെങ്കിൽ
വഴിവിയച്ചവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയൂല. എല്ലാരും മനസ്സിൽ കുറിച്ചു വെച്ചോളി, പരലോകണ്ട്. നമ്മളാരും വമിനന്നാസി മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ എന്ന സൂറത്ത് ബഖറയുടെ ആ 8 മുതൽ 10 വരെയുള്ള വചനമുണ്ടല്ലോ, അതിലെ മെമ്പർമാരെ നമ്മളാകാൻ പാടില്ല. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അന്ത്യദിനത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആഖിറത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കാത്തവർ നമ്മളാകരുത്. ഞാൻ നിങ്ങളോട് ഇനി പറയുന്ന ഒരു പോയിന്റ് ഗൗരവമായി ആലോചിക്കണം. അല്ലാഹു പറയാണ്, നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ കണ്ടീഷൻ അതാ, ഏത് പിഴച്ചോ നിങ്ങളെ പറ്റി എന്തും പറഞ്ഞോട്ടെ, അവർക്ക് നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. തൗഹീദ് അചഞ്ചലമാണ് എന്ന് പറഞ്ഞ് കാടലക്കി അറബിക്കടലിലേക്കങ്ങ് മുജാഹിദ് പ്രസ്ഥാനത്തെ കെട്ടിത്താഴ്ത്തിക്കളയാം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ല പറയാണ്, എന്ത് യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വാസികളാണോ? നിങ്ങൾ തൗഹീദിലാണോ? നിങ്ങൾ ഹിദായത്തിലാണോ? ആർക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പിഴച്ചോന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആകെ ബേജാറ് ചിലർക്ക് എന്താ, എന്നെ പറ്റിയ ആളുകൾ മുശ്രിക്ക് എന്ന് പറയുന്നു, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു എന്നൊക്കെ വിചാരിക്കുന്നവർ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പടച്ച തമ്പുരാൻ നമ്മളെ മുശ്രിക്കായി കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ടെൻഷൻ? കേവലം 3-4 ആള് തീരുമാനിക്കുന്നതാണ് ശിർക്കെങ്കിൽ ഓല കോടതിയിൽ നമ്മൾ നരകത്ത് പോകും. പോയിന്റാണ്, മനസ്സിൽ ശരിക്ക് കുറിച്ചിട്ടോളി. അപാരമായ പോയിന്റ്. ഈ ശിർക്ക് ആരോപിക്കുന്നവരാണ് അതിന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കുന്നതെങ്കിൽ യാ ഇബാദല്ല പറഞ്ഞ എല്ലാ പണ്ഡിതന്മാരും നരകത്തിൽ. പോയിന്റാണ്, ഹൃദയത്തിൽ കൊത്തിയത് വെച്ചാൽ എല്ലാരും എന്ത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളിലും ഇവരാകുന്ന പരലോകം നിയന്ത്രിക്കുന്നതെങ്കിൽ ഉറപ്പാണ് എന്റെ നിങ്ങളെയൊക്കെ കാര്യം കട്ടപ്പോകയാണ്. അതല്ല മാലിക് യൗമിദ്ദീൻ, അതാരാ? അത് ഇവരിൽ ആരെങ്കിലാണോ? ഞാനാണോ? നിങ്ങളാണോ? ഇവിടുത്തെ വേറെ ഏതെങ്കിലും സംഘടനയുടെ നേതാവാണോ? ഏകഛത്രാധിപതികളാണോ? അല്ല. അതുകൊണ്ട് എന്തിനാ പേടിക്കുന്നത്? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥന്റെ അടുത്ത് മുശ്രിക്കാകരുത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു, ആ ഇന്നെ കൂട്ടിയിട്ട് പിന്നെ അള്ളാഹു എന്നുള്ള സ്ഥാനത്ത് ഒരു വ്യക്തിന്റെ പേര് വെച്ചിട്ടില്ല, മൂപ്പര് പൊറുക്കൂല എന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാമായിരുന്നു. അല്ല പൊറുക്കൂല. എന്ത്? ശിർക്ക്. ആ ശിർക്ക് നമ്മൾക്കില്ല എന്ന് ഖുർആനും സുന്നത്തും അനുസരിച്ച് ബോധ്യപ്പെട്ടാൽ ആരോ നമ്മൾ എന്തോ വിളിച്ചോട്ടെ, മരണാനന്തര ജീവിതത്തിന്റെ സ്വച്ഛാധിപതിയും ഏകാധിപതിയും അതിന്റെ വിധികർത്താവും അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അതല്ലേ? നേരെ മറിച്ച് ശിർക്ക് ആരോപിക്കുന്നവരായിരുന്നു പരലോകത്തിന്റെ ഉത്തരവാദിത്തത്തിലെങ്കിലോ നമ്മളെ കാര്യം കെട്ടുപോകുകയാണ്. നമ്മളെ ആര് കാഫിർ എന്ന് വിളിച്ചാലും അന്ധവിശ്വാസികൾ എന്ന് വിളിച്ചാലും, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മതവിശ്വാസികൾ എന്താ വിളിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ അല്ലേ? ഡിവൈഎഫ്ഐയുടെ ഒരു ക്യാമ്പയിൻ തന്നെ എന്തായിരുന്നു? അന്ധവിശ്വാസത്തിനെതിരെ, അനാചാരത്തിനെതിരെ. എന്നിട്ട് ഏതാ അന്ധവിശ്വാസം? പടച്ചോനുണ്ട് എന്നുള്ള അന്ധവിശ്വാസം, പരലോകമുണ്ട് എന്നുള്ള അന്ധവിശ്വാസം, മലക്കുണ്ട് എന്നുള്ള അന്ധവിശ്വാസം, നരകവും സ്വർഗം ഉണ്ട് എന്നുള്ള അന്ധവിശ്വാസം. നമുക്കോ? അന്നവര് പ്രസംഗിച്ചതാ. ഞാൻ അവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് ആ കാലത്ത് പ്രസംഗിച്ച ഓർമ്മയിൽ നിന്നാ പറയും. വിചിന്തനവും ശബാബും ഒക്കെ ലേഖന എഴുതി. അന്ന് ഏത് അന്ധവിശ്വാസമല്ല. ഒരാൾക്ക് അന്ധവിശ്വാസമായത് വേറൊരാൾക്ക് അന്ധവിശ്വാസമല്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂല് പഠിപ്പിക്കാത്തതൊന്നും നമ്മളെടുത്തുണ്ടാകരുത്. റസൂല് പഠിപ്പിച്ചൊരു കാര്യം വേറൊരാൾക്ക് അന്ധവിശ്വാസമാകാം, അതിന് നമ്മൾ ബേജാറാകണ്ട. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്, ഇതൊരു പഠനമാണ്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാ സംശയങ്ങളൊക്കെ കുറെയൊക്കെ ദൂരീകരിക്കുന്ന വിധത്തിൽ പടച്ചോൻ തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യം വിശദീകരിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരോപണങ്ങൾ ഇപ്പോ ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ എനിക്ക് ഏറ്റവും വിഷമം പിടിച്ചൊരു ദിവസമായിരുന്നു. എന്താ? മരിച്ചവരോട് പ്രാർത്ഥിച്ച കുഴപ്പമില്ല എന്ന് ഞാൻ വാദിക്കുന്നതായി യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരു പ്രചാരം. ഏതോ ഒരു വിദ്വാൻ ചെയ്തതാണ്. സംസാരം കട്ട് ചെയ്ത് അപ്പുറപ്പുറമൊക്കെ ഇതാക്കി എന്താ ഒന്ന് ചെയ്തു കൂട്ടിയെന്ന് എനിക്കറിയില്ല. മരിച്ചവരോടുള്ള തേട്ടൻ 2 വിധം ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഞാൻ ആ ഭാഗം പിന്നീട് വിശദീകരിക്കും. ഏതോ ആവട്ടെ, ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഇന്നുള്ളൊരു അവസ്ഥ എന്താണെന്നറിയും?
ഇന്നുള്ള ഏറ്റവും വലിയ അവസ്ഥ, എന്റെ വിശ്വാസം ഞാനല്ല പറയേണ്ടത്, എന്റെ ശത്രുക്കൾ പറഞ്ഞിട്ട് ഓല അടിച്ചേൽപ്പിക്കണം. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്ക്. എത്ര തന്നെ എനിക്ക് വാദമല്ല എന്ന് പറഞ്ഞാലും അല്ല നിങ്ങൾക്കതുണ്ട്. എന്റെ വിശ്വാസം ഞാനല്ലേ പറയേണ്ടത്? എന്റെ ധാരണ അതിൽ എന്താണ് ഞാനല്ലേ പറയേണ്ടത്? ഇനി ധാരണയിൽ തെറ്റിയോ അത് ഞാനല്ലേ തിരുത്തേണ്ടത്? അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നോ? ഇന്ന് ഏതെങ്കിലും ഒരുത്തന്റെ വിശ്വാസം ഓൻ പറഞ്ഞാ പോരാ, ഓന്റെ സ്വഭാവം ഓൻ വിലയിരുത്തിയാ പോരാ, നമ്മൾ പറയണത്രേ. എന്തൊരു ഗതികേടായത്, എന്തൊരവസ്ഥ ഇത്. അതുകൊണ്ട് ഖുർആനിലൊരു വചനം എല്ലാരും ഓതെങ്കിലും പഠിച്ചില്ല, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചില്ല. ഞാനും നിങ്ങളും അതനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഇതൊക്കെ പറയുമ്പോ മുജാഹിദുകൾ തമ്മിൽ ഇങ്ങനെ പറയുന്നത് കേട്ടടാന്ന് പറഞ്ഞിട്ട് സമസ്തക്കാരൊക്കെ വിളിച്ചു നിൽക്കുന്നുണ്ടാവുമല്ലോ. ആ ആളുകളോടൊക്കെ നിങ്ങളും ഞങ്ങളും ഒക്കെ ഓർക്കേണ്ട ഒരു പരലോകമുണ്ട്. ആ പരലോകത്ത് രക്ഷപ്പെടാൻ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ കണിശമായി ഞാൻ നിങ്ങളോട് പറയും. ഇത് ആർക്കെതിരുമല്ല എന്ന് ഞാൻ പറഞ്ഞു, ആരെയും മുന്നിൽ കണ്ടുകൊണ്ടുമല്ല. പക്ഷെ വസ്തുതകളായി എന്തോ ആരോപണം ഉണ്ടെങ്കിലും, ഇപ്പൊ മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് ഒരു വലിയ ആരോപണം ഒരാൾ വന്ന് പറഞ്ഞപ്പോ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അയാളെ കൈ പിടിച്ചു. അതായത് നിങ്ങളെപ്പറ്റി ഇന്നൊരാൾ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അയാളെ കൈ പിടിച്ചു. നേരെ ആരാണോ ആരോപണം പറയുന്നത് അയാൾ ഇട്ടേക്കടിച്ചു. അല്ല, നിങ്ങൾ എന്റെ പേരിൽ ഇങ്ങനെ പറയുന്നു എന്ന് കേട്ടു, നിങ്ങൾ എന്റെ പേരിൽ ഇങ്ങനെ പറയുന്നു എന്ന് കേട്ടു. നിങ്ങളാ പറഞ്ഞത് എന്റെ അടുത്തുള്ളതാണെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. അതല്ല, നിങ്ങൾ എന്റെ പേരിൽ നുണയാണ് പറഞ്ഞതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അതാണ് പൂർവികരായ പണ്ഡിതന്മാരെല്ലാം ശീലിച്ചതും നമ്മൾ ശീലിക്കേണ്ടതുമായ കാര്യം. ഇനി എനിക്കിവിടെ ജീവിച്ചിരിക്കുന്നവരുണ്ടാകുമ്പോ അവരെന്ത് പറഞ്ഞു എന്ന് പറയേണ്ടത് അവരാണ്. അതേത് സാഹചര്യത്തിലാണത് വിശദീകരിച്ചത് എന്ന് പറയേണ്ടവർ അവരാണ്. അതാണ് അതിന്റെ അപ്പുറപ്പുറം എന്താണുള്ളത് അത് കേൾപ്പിക്കേണ്ടത് അവരാണ്. സമസ്തക്കാരെ പോലെ ക്ലിപ്പിങ്ങിന്റെ കാര്യത്തിൽ കട്ടുമുറിച്ച് വഞ്ചന കാണിച്ച് ചതിച്ച് കലാപങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല. കാരണം നമ്മളെ ഓരോ പ്രവൃത്തികളും എന്റേതും നിങ്ങളുടേതും ഇവിടെ റെക്കോർഡാണ്, പടച്ചതമ്പുരാന്റെ മുമ്പിൽ റെക്കോർഡാണ്. ഒരിക്കലും മങ്ങിപ്പോകാത്ത, ഒരിക്കലും നശിക്കാത്ത വിധം അതെല്ലാം ഇവിടെ റെക്കോർഡാണ്. ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഇനി വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായം 6-ാമത്തെ വചനം സുപരിചിതമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ഒരു അധർമ്മകാരി വല്ല വാർത്തയുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ എന്ത് വേണം? അത് പഠിച്ച് പരിശോധിച്ച് മനസ്സിലാക്കി ശരിക്കും അതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ചിട്ടല്ലാതെ ഒരു ജനതക്കെതിരെ നിങ്ങൾ തിരിയരുത്. എന്താ വസ്തുത എന്നറിയാതെ നിങ്ങൾ തിരിയരുത്. വിശദീകരണങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങൾ തിരിയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയണം. അത് നിങ്ങൾക്ക് വലിയ ദുരന്തങ്ങൾ പിന്നീട് ഉണ്ടാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഏത് കാര്യത്തിൽ നമുക്ക് അങ്ങനെ സംഭവിച്ചാൽ, നമുക്ക് ധാരണ പെശകോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് മറന്നിട്ടോ വേറെ ഏതെങ്കിലും നിലക്ക് സംഭവിച്ചാൽ ബോധപൂർവം അല്ലെങ്കിൽ പടച്ചോൻ പുറത്തിരും. പടപ്പുകളും അങ്ങനെ തന്നെ. അവരോട് പറയാം, അത് ഞാൻ നിങ്ങളെ പറ്റി പറഞ്ഞത് എന്റെ ഭാഗത്ത് പറ്റിയൊരു അബദ്ധമാണ് എന്ന് പറയാം. ഞാൻ ആ ഭാഗം പൂർണ്ണമായി എനിക്ക് കേൾക്കാൻ കഴിയാത്ത കാരണത്താൽ സംഭവിച്ചു പോയതാണ്, ക്ഷമിക്കണം, ഇനി ഉണ്ടാവില്ല. കാരണം വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നതിന് എന്താണ്? വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 135-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാൻ, വല്ലദീന ഇദാ ഫഅലു ഫായിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്, സ്വന്തത്തോട് ഒരു തെറ്റ് ചെയ്തു, ഏതെങ്കിലും വിധത്തിലുള്ള സംസാരത്തിലോ പ്രവർത്തനത്തിലോ പ്രസംഗത്തിലോ വാക്കിലോ എങ്ങനെ അത് വന്നാൽ അള്ളാനെ ഓർമ്മ വരികയും എന്റെ റബ്ബ് ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ, ഇതാണ്. നാട്ടുകാരെ ഓർമ്മ വരികയല്ല, അവൻ ആ ക്ലിപ്പിംഗ് ഇടല്ലോ എന്നുള്ള ഓർമ്മയില്ല, എന്റെ റബ്ബിന്റെ മുമ്പിൽ. അതുകൊണ്ടാണ് ആ ഖുർആനിക വചനത്തിൽ ഉടനെ അവൻ അള്ളാനെ ഓർമ്മ വന്നു. അള്ളാനെ ഓർമ്മ വന്നാലോ അവൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. പടച്ചോനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ റബ്ബിനോട് പറയും, റബ്ബേ പറ്റിപ്പോയി. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും ബാധകമാണ്. എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ സ്നേഹത്തോടെ തിരുത്തുമ്പോൾ ഞാൻ തിരുത്തേണ്ടവനാണ് കേട്ടോ. തിരിച്ചാതിരിക്കുന്ന ഒരു പ്രശ്നവും നമുക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയതും നിങ്ങൾ തെറ്റി എന്ന് ധരിക്കുന്നതും എന്നാൽ നിങ്ങൾ ശരി എന്ന് ധരിക്കുന്നതുമായ കാര്യമാണെങ്കിൽ തിരുത്തൂല. അത് ഞാൻ തിരുത്തൂല. ഏതുപോലെ? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമുണ്ട്, ബിദ്അത്ത്. ഒരാള് വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മയാണ് ബിദ്അത്ത്. ഒരാള് മദ്യപിക്കുന്നതിനേക്കാൾ വലിയ തിന്മയാണ് ബിദ്അത്ത് എന്ന് ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു. വമ്പിച്ച കൂളിളക്കങ്ങൾ ഉണ്ടാക്കി സമസ്തക്കാര്. ക്ലിപ്പിംഗ് കിട്ടും. വളരെ പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുജാഹിദുകളിൽ ചിലർ, ഉത്തരവാദിത്തപ്പെട്ടവർ,
എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് തോന്നിയസാണ് എന്ത് തോന്നിയസാണ് ആ പറഞ്ഞു, ബിദ്അത്ത് വ്യഭിചാരത്തേക്കാൾ വലിയ തിന്മ, ഇജ്ജ് എവിടുന്ന് ഇത് പഠിച്ച് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ക്ഷമിക്കും, ഞാനതിന്റെ രേഖകളൊക്കെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പഠിക്കും എന്ന് പറഞ്ഞ് ആളുകൾക്ക് അത് വിശദീകരിച്ചു കൊടുത്തത് പറഞ്ഞ സ്വഹാബത്തിനെയും ഹദീസുകളെയും വിശദീകരിച്ചതും കൊടുത്തപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ആ തെറ്റുപറ്റി. അതുവരെ അവർ വിചാരിച്ചെന്താ, എനിക്ക് ഗുരുതരമായ തെറ്റുപറ്റി, ഗുരുതരമായ. ഇത് തന്നെ പിന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ബാംഗ്ലൂരിൽ നടന്നൊരു മുഖാമുഖത്തിൽ വിശദീകരിച്ചപ്പോ സമസ്തക്കാർക്ക് നമ്മൾ ആ ക്ലിപ്പിംഗ് ഇട്ട് കൊടുത്തു. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ തിന്മയാണ് ബിദ്അത്ത് എന്ന് അവരുടെ ഗ്രാൻഡ് മുഫ്തി പ്രസംഗിച്ച ക്ലിപ്പിംഗ് ഇട്ട് നമ്മൾ കേൾപ്പിച്ചപ്പോ സമസ്തക്കാർ പിന്നെ അതിൽ അത്ര കണിഞ്ഞുകൂടിയതായി പിന്നെ എനിക്കറിയില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് തെറ്റി എന്ന് തോന്നുന്നതും അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെ എന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. പക്ഷേ ശരിയാണെങ്കിൽ ആ ശരിയിൽ ഉറച്ചു നിൽക്കൽ നമ്മുടെ ബാധ്യതയാണ്. ലോകത്ത് ആരെതിർത്താലും എത്ര എതിർത്താലും അതിനാണ് ഇസ്ലാമിക ചരിത്രം മുഴുവനും നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു സ്വഭാവം നമുക്ക് വളരെ ഗൗരവമായി ഉണ്ടാകേണ്ടതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ചരിത്രത്തിലെ 2 മഹാസംഭവങ്ങൾ ഇനിവേറ്റിയിൽ തടിച്ചുകൂടിയ ആയിരങ്ങളുടെ മുമ്പിൽ ഞാനത് പറയാം. നമ്മുടെ ജീവിതം പരലോകത്തിന് വേണ്ടി കരുപ്പിടിപ്പിക്കണം എന്ന് പറയാൻ ആരാണ്? ഇമാം സുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ അങ്ങനെ വിളിക്കുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ അതിൽ സംശയം ഉണ്ടാവും. എന്നെ വേദനിപ്പിച്ച വലിയൊരു ഘടകങ്ങളിലൊന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഫളായിലുകൾ, പ്രത്യേകതകൾ ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞു. അതിന് എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എനിക്കെതിരെ പ്രസംഗിച്ച പറഞ്ഞൊരു കാര്യം, അതേ പോരിശ അലവി സക്കാഫി പറയുന്നത് ക്ലിപ്പിംഗ് ഇട്ട് കേൾപ്പിച്ചിട്ട് ഇവർ സമസ്തക്കാരെ പോലെ തന്നെയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ കാര്യത്തിൽ പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, മഹാത്മാഗാന്ധി മുഹമ്മദ് നബിയുടെ മഹത്വം പറഞ്ഞു എന്ന് നമ്മൾ കിതാബ് കൊടുക്കാറുണ്ട്. മഹാത്മാഗാന്ധി മുഹമ്മദ് നബീന്റെ മഹത്വം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അതേ കാര്യം ഒരുത്തൻ ക്ലിപ്പിംഗ് ഇട്ടിട്ട് കണ്ടോ, ഇന്ന പ്രസ്ഥാനത്തിന്റെ ഇന്ന പണ്ഡിതൻ മഹാത്മാഗാന്ധി പറഞ്ഞു എന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓൻ എന്താണ് ഓനെ സംബന്ധിച്ച് നിങ്ങൾ പറയാ എന്ന് നിങ്ങൾ പറയും. ആലോചിച്ചേ, ഇനി സമസ്തക്കാരൊരാള് വിശുദ്ധ ഖുർആനിൽ മദ്യപിക്കരുത് എന്നുള്ള ഒരു ആയത്ത് വിശദീകരിച്ച് ചരിത്രം പറഞ്ഞാൽ പിന്നെ എനിക്കത് പറഞ്ഞുകൂടാന്നോ? എന്ത് കഥയായി പോയി ഇത്. ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ പോരീശ അലവി സക്കാഫി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ആ പോരീശ എല്ലാം ഉണ്ടാവോ? ആ പോരീശ പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന എന്താണ്? മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തേടാൻ, ഇസ്തിഗാസ നടത്താൻ, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഈ മഹാനായ ഇമാം അഹമ്മദ് ഹംബൽ നമുക്ക് തെളിവാന്ന് പറയുമ്പോഴാണ് നമുക്ക് വിയോജിപ്പ്. നേരെ മറിച്ച് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ സകല മഹത്വവും അലവി സക്കാഫി പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ മാറ്റങ്ങളിലൊന്നും ഇസ്ലാമിക വിരുദ്ധ പരാമർശങ്ങളില്ല. മനസ്സിലാക്കണം നിങ്ങള്. അപ്പൊ ഇവിടെ ആവശ്യമില്ലാത്ത വ്യക്തിവിരോധത്തിന്റെ, ശത്രുതയുടെ ഒരു കാര്യവും ഇതിലില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് സെൽസബീലിൽ, ഉമർ മൗലവിയുടെ സെൽസബീലിൽ വന്ന ഒരു വലിയ ലേഖനം. ആരുടെ ലേഖന? ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല, മരിച്ച ആളൊന്നുമല്ല, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഉമരി സാഹിബ് എഴുതിയ ഒരു ലേഖനം. ആ ലേഖനത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ. വർഷങ്ങൾക്ക് മുമ്പുള്ള സൽസബീലിൽ ഇപ്പോ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് ഇങ്ങനെ ഒരു ലേഖനം വന്നാൽ ഉറപ്പായിട്ടും ഉമരി സാഹിബ് എഴുതി എന്നറിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇത് പറഞ്ഞവർക്ക് നേരെ എത്രത്തോളം കുതിര കയറിയിട്ടുണ്ട് പല പ്രഭാഷകന്മാരും. ഇതാണ് ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി TKM ഉമരി, അഥവാ ഇന്നത്തെ KJയുടെ പ്രസിഡന്റ് ഉമരി സാഹിബിന്റെ ലേഖനമാണ്. ഈ ലേഖനത്തിന്റെ പ്രസക്തമായ, ഇത് 2-3 ലക്കങ്ങൾ ഉണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലേറെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത്. എന്തിനാണെന്നറിയോ? ഇന്ന് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായി വളരെയേറെ ബന്ധം ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രത്തിലുണ്ട്. ഇത് ഞാൻ എന്റെ വകയായി പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, അത് അയാൾ പറഞ്ഞാണ്. ഉമരി സാഹിബ് ഇന്നത്തെ KJU പറഞ്ഞ ഞങ്ങൾക്ക് കേട്ടൂടെ എന്നാണ്, അല്ലെ? KJU പറഞ്ഞ ഞങ്ങൾക്ക് അനുസരിച്ചൂടെ? KJU ഒരു തീരുമാനം എടുത്ത ഖുർആനും സുന്നത്തിന് എതിരായാലും അംഗീകരിക്കണ്ടേ എന്നിടത്താണെന്നുള്ളത് ഞങ്ങൾക്ക് തെളിയിച്ചു തരും, ക്ലിപ്പിംഗ് ഇട്ട് ബോധ്യപ്പെടുത്തി തരും. ഖുർആനും സുന്നത്തും അല്ല, കേന്ദ്രം പറഞ്ഞാൽ കേൾക്കുക. അത് ഖുർആനും സുന്നത്തിന് അനുകൂലാണോ പ്രതികൂലാണോ നോക്കരുത്. ഇത് വെറുതെ പറയല്ലോ. നമ്മുടെ ക്ലാസ് അവസാനിക്കുമ്പോ ഉത്തരവാദിത്തപ്പെട്ടവരുടെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. കട്ടുമുറിക്കാതെ തന്നെ, ദുർവ്യാഖ്യാനിക്കാതെ തന്നെ, കൂട്ടിമാട്ടാതെ തന്നെ, പടച്ചോനം പേടിച്ചുകൊണ്ട് തന്നെ. ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിച്ചു തരാം.
വിജ്ഞാന തൽപരനും ചിന്താശീലനുമായിരുന്ന ഖലീഫ മഅമൂൻ യുക്തിചിന്തയിൽ ആകട്ടനും മുഅ്തസിലിയാക്കളുടെ സഹകാരിയുമാണ്. അന്നത്തെ മുഅ്തസിലി പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായിരുന്ന അഹമ്മദ് ബിൻ അബീ ദാവൂദ് കൊട്ടാര പണ്ഡിതനും പ്രധാന ന്യായാധിപനും മുഫ്തിയുമായി നിയമിക്കപ്പെട്ടു. ഈ പേര് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ പേരിന്റെ സ്ഥാനത്ത് നിങ്ങൾ മറ്റൊരാളെ വെച്ചു കൊടുത്താൽ സലഫി പ്രസ്ഥാനത്തിൽ അതാരാണെന്ന് വളരെ ക്ലിക്ക് ചെയ്യും. ഇനി താഴോട്ട് വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വായിച്ച് കളിപ്പിച്ചു തരാം. അഹമ്മദ് ബിൻ അബീ ദാവൂദ് കൊട്ടാര പണ്ഡിതനും പ്രധാന ന്യായാധിപനും. ഇവിടെ ന്യായാധിപന്മാരായി പലരും വരാറുണ്ട്, വിചാരണ ചെയ്യുന്ന ആളുകൾ. ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ. അതിൽ ചില ആളുകളുമായി അഭേദ്യമായി ബന്ധമുണ്ട് ഈ പണ്ഡിത പേരിന്, അയാൾ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾക്കും. ഞാൻ ആ ഭാഗം വായിച്ചു കേൾപ്പിക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇയാളാൽ എത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നതിന്റെ ചരിത്രം വളരെ ഹൃദ്യമായി നിങ്ങൾ ഉൾക്കൊള്ളണം. ഇത് സൽസബീലിൽ ഉമരി സാഹിബ്, ഇന്നത്തെ ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എഴുതിയിട്ടുള്ളതാണ്. ഇത് ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ ഒരു സദസ്സിലും ഇത് വായിച്ചിട്ടില്ല. ഇത് ഓരോ ഘട്ടം നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ കയ്യിൽ കൃത്യമായ താവളങ്ങളും ആയുധങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹം മുഫ്തിയുമായി നിയമിക്കപ്പെട്ടു. അതോടെ സന്മാർഗജാരികളായ പണ്ഡിതന്മാരുടെ ദുഷ്ടകാലം ആരംഭിക്കുകയും ചെയ്തു. അതോടെ ഈ മഹാപണ്ഡിതനെയും ന്യായാധിപനെയും ഇവിടെ ഏൽപ്പിക്കുന്നതോടുകൂടെ എന്തുണ്ടായി? നല്ല സ്വാത്വികന്മാരായ പണ്ഡിതന്മാർ പലരും പുറത്താക്കപ്പെട്ടു. അല്ലേ? കേരളക്കരയിൽ ഉണ്ടായില്ലേ? പല സ്ഥാപനത്തിലും കിതാബ് തിരിയുന്ന ഹദീസിൽ പാണ്ഡിത്യമുള്ള പലരും പീഡിപ്പിക്കപ്പെട്ടു. അവരൊരു സ്ഥലത്തുനിന്ന് മാറി അവിടുന്ന് വീണ്ടും പുറത്താക്കപ്പെട്ടു. അടുത്തേക്ക് വന്നു, അവിടുന്നും പുറത്താക്കപ്പെട്ടു. അതെ, നിങ്ങൾക്കറിയാം, ഹംദുലഖ് സുല്ലമി ആമയൂരിനെ പോലെയുള്ള ആളുകൾ ഈ രംഗത്ത് പീഡിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ ദുബായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഈ രംഗത്ത് പണ്ഡിതന്മാർ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ഏറ്റുവാങ്ങി എന്ന വസ്തുത നിങ്ങൾ കൃത്യമായി അറിയണം. തീർന്നില്ല. ഉമരി സാഹിബിന്റെ വാക്കുകളിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇബ്നു അബീ ദാവീദിന്റെ ദുഷ്പ്രേരണകൾക്ക് വഴങ്ങി ഖലീഫ മഅമൂൻ ഭക്തന്മാരും സൂക്ഷ്മാലുക്കളുമായ പണ്ഡിതന്മാരെ നാനാതരത്തിൽ ഭീഷണിപ്പെടുത്താനും മർദ്ദിക്കാനും തുടങ്ങി. ഈ വിധം മർദ്ദനങ്ങൾക്ക് വിധേയരായ പണ്ഡിതന്മാരിൽ പ്രധാനികളായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബലും അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ നൂഹ് റഹ്മത്തുള്ളാഹി അലൈഹി മജ്മഈൻ. ഇവരെല്ലാം മഅമൂനിന്റെ കാലശേഷം അധികം താമസിയാതെ മുഹമ്മദ് ബിൻ നൂഹ് നിര്യാതനായി. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ പിന്നെ മുഅ്തസിമിന്റെ കിരാതമർദ്ദനങ്ങൾക്ക് ഇരയായി. സംഭവബഹുലമായ ദുഃഖസാന്ദ്രമായ ഇമാം അവർകളുടെ ആദർശനിഷ്ഠമായ ജീവിത ചരിത്രമാണ് വായനക്കാർക്ക് മുമ്പിൽ ഇനി ഇവിടെ അപഗ്രഥിക്കപ്പെടുന്നത്. എന്നിട്ട് ഉമരി സാഹിബിന്റെ തലക്കെട്ടാണ്. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് സത്യം ആഗ്രഹിക്കുന്നവരോട്, സ്വർഗപ്രാപ്തി ആഗ്രഹിക്കുന്നവരോട്, പ്രവാചകന്റെ പാത ആഗ്രഹിക്കുന്നവരോട്, സ്വാത്വികന്മാരുടെ വഴി അവലംബിക്കുന്നവരോട്, സലഫുകളുടെ വഴി സ്വീകരിക്കുന്നവരോട് ചോദ്യം ചെയ്യാതെ ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ ഖുർആനും സുന്നത്തും കൊണ്ടൊരു വിധി വന്നാൽ സമഅന വഅതഅന എന്ന് പറയുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടി അനവരതം വരുന്ന വചനാമൃത സാഗരങ്ങളിൽ സലഫുകളുടെ ഇന്നലകളുടെ ചരിത്രങ്ങളിൽ നിന്ന് കോറിയിട്ട മുത്തുമണികളാണ് നിങ്ങളുടെ മുമ്പിൽ ഉമരി സാഹിബിനെ കുറിക്കുന്നത്. കേട്ടോളൂ. ഖുർആൻ സൃഷ്ടിയോ വചനമോ? ഖുർആൻ സൃഷ്ടിയോ വചനമോ? ഇതായിരുന്നു ചർച്ച. പ്രസക്തമായ ചില ഭാഗങ്ങൾ ഖുർആനിൽ നിന്ന്, നബിചര്യയിൽ നിന്ന് വ്യാഖ്യാനത്തിനിടമില്ലാത്ത വിധം വ്യക്തമായ തെളിവില്ലാത്ത കാലത്തോളം അള്ളാഹുവിന്റെ വചനം എന്നല്ലാതെ ഖുർആനെ കുറിച്ച് മറ്റൊന്നും പറഞ്ഞുകൂടാ. അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഭരണനായകന്മാർ ഇംഗീതത്തിനൊത്ത് പണ്ഡിതന്മാർ നീങ്ങിക്കൂടാ. സുബ്ഹാനല്ലാഹ്. ഉമരി സാഹിബിന്റെ വാക്കുകൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ചുള്ള വാക്കുകളിൽ എങ്ങനെ നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ഭരണനായകന്മാരുടെ ഇംഗീതത്തിനൊത്ത് പണ്ഡിതന്മാർ നീങ്ങിക്കൂടാ. നിന്നെ പുറത്താക്കും, ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും, നിന്നെ മിമ്പറിൽ നിന്ന് പുറത്താക്കും, നിന്നെ ഇന്ന് ചീഫ് മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കും, ഞങ്ങളുടെ കയ്യിൽ ലെറ്റപ്പേടുണ്ട് എന്ന് പറയുന്നവരെ ഉമരി സാഹിബ് ഈ ലേഖനം 1000 തവണ വായിക്കണം. ഇൻഷാ അല്ലാഹ് ഉമരി സാഹിബിന്റെ സൽസബീലിലെ ഈ ലേഖനവും യാ ഇബാദല്ലയുമായി ബന്ധപ്പെട്ട സൽസബീലിലെ ലേഖനവും ഒരു ബുക്കായി നിങ്ങളുടെ കൈകളിൽ ഇൻഷാ അല്ലാഹ് നാളുകളുടെ പ്രഭാതങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ
നിലനിർത്തും. സത്യത്തിന്റെ വക്താക്കളെ അല്ലാഹു നിലനിർത്തും. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്. അല്ലാഹുവേ, ആ ന്യൂനപക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. നിന്റെ പ്രവാചകൻ പറഞ്ഞ ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽറബാ അല്ലദീന യുസ്രിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നതി. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ ബാക്കി ഭാഗം വായിച്ചു കേട്ടോളൂ. മറിച്ചായാൽ സത്യം കുഴിച്ചു മൂടപ്പെടും. എങ്ങനെ മറിച്ചായാൽ? കൊട്ടാര പണ്ഡിതന്മാരുടെയും ഭരണാധികാരികളുടെയും ഇംഗീതിനത്വം നിന്നാൽ സത്യം കുഴിച്ചു മൂടപ്പെടും. അതെ, സത്യം കുഴിച്ചു മൂടപ്പെടും. ഇത് മുഴുവനും വായിക്കാൻ നിങ്ങളെനിക്ക് അവസരം തന്നാൽ നെഞ്ചു പൊട്ടിപ്പോകും. പ്രിയപ്പെട്ടവരെ, അത്ര വലിയ ചരിത്രമാണ് ഇത്. ബുക്കായി നിങ്ങളുടെ കൈകളിൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാകും. ഇൻഷാ അല്ലാഹ് അതായിരുന്നു അവരുടെ ചരിത്രം എന്ന തിരിച്ചറിവ്. ഇത് ഇന്ന് മാത്രമുള്ളതല്ല. വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട സലഫുകളുടെ കഥ ഇന്ന് മാത്രമല്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം. എന്നും അധികാരി വർഗമായിരുന്നു മറുഭാഗം. സ്വാത്വിക പണ്ഡിതന്മാരുടെ മറുഭാഗം എന്നും അധികാരമുള്ളവരായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് ഈ ജനാധിപത്യത്തിനൊരു പ്രത്യേകതയും ആ ജനാധിപത്യത്തിന് ചില ന്യൂനതകളുമുണ്ട്. ഭൂരിപക്ഷം വന്നാൽ അധികാരത്തിലേക്ക് ഭൂരിപക്ഷം അവർ തെമ്മാടികളോ താന്തോന്നികളോ കൊള്ളരുതാത്തവരോ രാജതന്ത്രജ്ഞതയുടെ മുഴുവോദാഹരണങ്ങളായി വരാത്തവരോ ഇന്നലകളുടെ ധാർമ്മിക മൂല്യങ്ങളുടെ അവസ്ഥാവിശേഷങ്ങളെ അറിയാത്തവരോ എത്തിക്സിന്റെ ബാലപാഠം അറിയാത്തവരോ ആണെങ്കിൽ അവരിൽ നിന്ന് വരും തലമുറ മോശമാകും. ഇവിടെ എന്നും അധികാരി വർഗം പ്രവാചകന്മാർക്കെതിരായിരുന്നു. നമ്രൂദ് ഇബ്രാഹിം നബിക്കെതിരായിരുന്നു. ഫിറഔൻ അതെ അതെ തീർന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅൻജൈനാകും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 49-50 വചനങ്ങളിൽ പറഞ്ഞത് അതാണ്. അതേ, ആൺകുട്ടികളെ അറുകൊല ചെയ്തുകൊണ്ടും പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ടും കിരാതമായ അവന്റെ പ്രവർത്തനം. അതുകൊണ്ടാണ് വലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീം 9, 10, 11 വചനങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങൾ. രാജകൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ പ്രഥമ വനിതാ പട്ടം വിട്ട് റോട്ടിലേക്ക് ഇറങ്ങുകയാണ്. കൊട്ടാരം നോക്കിയല്ല, രാജാവിന്റെ ഭാര്യയാവാനല്ല. നാളെ എനിക്ക് കിടപ്പറ നഷ്ടപ്പെടും, നാളെ രാജ്ഞി പട്ടം നഷ്ടപ്പെടും, നാളെ റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും, ഞാൻ പട്ടിണി കിടക്കേണ്ടി വരും. പക്ഷേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഓർക്കണം, മറന്നു പോകരുത്. ഭ്രമിച്ച് കക്ഷിത്വത്തിൽ മുഴുകി, പാർശ്വാലിറ്റിയിൽ മുഴുകി, അന്ധത ബാധിച്ച ആന്തരിക കണ്ണുകളുടെ ഉടമകളായി നമ്മൾ മാറാൻ പാടില്ല. ആന്തരിക കണ്ണിന് കാഴ്ച പോയാൽ ബാഹ്യ കണ്ണിന്റെ കാഴ്ച പോലെയല്ല. ഇബ്നു ബാസിന്റെ ബാഹ്യ കണ്ണിന്റെ കാഴ്ച പോയപ്പോ ആന്തരിക ഉൾക്കാഴ്ചയുടെ നിദർശനമായി ഇബ്നു ബാസ് മാറി, ആലു ശൈഖ് മാറി. അതേ, തീർന്നില്ല. 13-ാമത്തെ വയസ്സിൽ അന്ധനായ നമ്മൾ ഈ കാലത്ത് വായിച്ചു കേട്ട ഫത്വയിൽ, മഹാനായ ശൈഖിന്റെ ഫത്വയിൽ അവരൊക്കെ അന്ധന്മാരാണ്. പക്ഷെ അവർക്കൊന്നും ആന്തരിക അന്ധത. ഏതന്ധത? വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലെ 124 മുതൽ പറഞ്ഞില്ലേ, അല്ലാ ദുനിയാവ് കണ്ടോരായിരുന്നല്ലോ, ആഖിറത്തിൽ അന്ധന്മാരായല്ലോ. നേരെ മറിച്ച് ഈ മഹാന്മാരോ ദുനിയാവ് കാഴ്ചല്ല, ആഖിറത്തിൽ കാഴ്ചയുള്ളവർ. ആ ഒരു വ്യത്യാസം വല്ലാത്തതാണ്. എനിക്കട്ടോളൂ, പണ്ഡിതന്മാരങ്ങനെ ചെയ്തുകൂടാ. മറിച്ചായാൽ സത്യം കുഴിച്ചു മൂടപ്പെടും. ഒരിക്കലും അത് അനുവദിക്കുക വയ്യ, എന്തു തന്നെ സംഭവിച്ചാലും. അടുത്ത വാചക, മുജാഹിദുകളെ, സലഫികളെ, ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ ആരാ? പഠിച്ചോ, കേട്ടോളൂ നിങ്ങൾ. നോക്കൂ, എന്ത് തന്നെ സംഭവിച്ചാലും, മർദ്ദനം സഹിക്കേണ്ടി വന്നാലും, ജീവൻ അഹൂതി ചെയ്യപ്പെടേണ്ടി വന്നാലും പണ്ഡിതന്മാർ സത്യം മുറുകെ പിടിക്കണം. അതായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. ആയത്തിന്റെ അവസാന ഭാഗം ഒന്ന് നെഞ്ചകത്ത് കൊത്തിയിട്ട് വെച്ചാളാ, മാർബിളിൽ കുത്തി വെച്ചാൽ അവസാന ഭാഗം. ഇത് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 39-ാമത്തെ വചനം. പണ്ഡിതന്മാരെ കണ്ണു തുറപ്പിക്കണം. പണ്ഡിതന്മാരാരാ? അതുകൊണ്ട്
അതുകൂടി മനസ്സിലാക്കണം. ആരാ പണ്ഡിതന്മാർ? അയാൾ ആ പണ്ഡിതനല്ലേ എന്ന് മാത്രമല്ല, ബറാക്കോ പരിഹസിക്കുന്ന കണ്ടില്ലേ? വിജ്ഞാനമുള്ള ലോകത്ത് ജീവിക്കുന്നവർക്കല്ലേ ബറാക്കിനെയും മഹാനായ പണ്ഡിതന്മാരെയും ഒക്കെ അറിയുള്ളൂ. അതറിയാത്തവർക്ക് പരിഹസിക്കാനേ തോന്നുള്ളൂ. നിങ്ങൾ പണ്ഡിതന്മാരെ, നിങ്ങൾ കുബൂരി പണ്ഡിതന്മാരെയും സലഫി പണ്ഡിതന്മാരെയും ഒരേ തട്ടിൽ എണ്ണിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈകടിക്കേണ്ടി വരും. അതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. നിങ്ങൾ അങ്ങനെ ആകേണ്ടവരല്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അല്ലദീന യുബല്ലിഊന റിസാലാത്തില്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ അള്ളാഹനല്ലാതെ വേറൊരാളെയും പേടിക്കരുത്. ചില ആളുകളൊക്കെ നോക്ക്, സത്യവർക്കറിയാം ഈ കുട്ടികൾ പറയുന്നതാണ്. ചില ആളുകൾ പറയും എനിക്കറിയാം, പറയുവാണ് സത്യം എന്നറിയാം, ഞാനത് പറഞ്ഞ എന്നൊരു ഗ്രൂപ്പിന്റെ ആളാക്കി എന്നെന്തിനാ അള്ള പറഞ്ഞറിയോ? അന്റെ വിചാരണ ജനങ്ങൾ നടത്തണ്ടോ? ഏത് ഗ്രൂപ്പിന്റെ ആളാന്ന് ഓല് ചർച്ച ചെയ്യണ്ട. അന്റെ വിചാരണ ഞാനാ നടത്തേണ്ടത്. പടച്ചേ വല്ലാത്തൊരാശ്വാസമാക്ക. നമ്മളൊക്കെ നയിക്കേണ്ടത് അതല്ലേ? ഓരോ പ്രബോധകനെയും നയിക്കേണ്ട പടച്ചോനാ പറഞ്ഞേ. അതായത് സത്യം പറഞ്ഞതിന്റെ പേരിൽ നിന്നെ കുറിച്ച് പലതും പറയും. വായാടി, തൊള്ളത്താളം, വെറുതെ പറയാ, പഠിക്കാതെ പറയാ, ഇതൊക്കെ നമ്മളൊക്കെ കേൾക്കണാണ്. പക്ഷെ ഒരു കാര്യം, ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാത്തവർ, ഇതൊക്കെ അവരുടെ ക്വാളിറ്റിയാ. അള്ളാഹനെ ഇഷ്ടപ്പെടുന്നവർ 5-ാം അധ്യായം 54-ാമത്തെ വചനം. ആയത്തിങ്ങനെ തുരുതുരാ പടച്ചോന്റെ ഖുർആനിലൂടെ നമ്മൾ കടന്നുപോയി ഞെട്ടിപ്പോ. നമ്മള് എന്തിനാ ബേജാറാവുന്നത്? എന്തിനാ മുജാഹിദുകളെ ഒന്നുകൂടെ സംഭവിച്ചിട്ടില്ല. അള്ള നോക്കുകയാണ്. എന്ത് നിങ്ങൾ മുജാഹിദുകളാന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയല്ലേ? സൂറത്ത് അങ്കബൂത്തിന്റെ തുടക്കം പോയിട്ടൊന്ന് വായിക്കുമോ? സൂറത്ത് അങ്കബൂത്തിൽ അള്ള പറയാ, നിങ്ങൾ വിശ്വസിച്ചു എന്ന് മാത്രമായിട്ട് പറയുമ്പോഴേക്ക് നിങ്ങളെ പരീക്ഷിക്കാതെ സുഖിച്ച് നല്ലവർക്ക് ജീവിക്കാൻ നിങ്ങളെ ഞാൻ വിടുമെന്ന് വിചാരിക്കണ്ടോ? നിങ്ങളെ പരീക്ഷിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് പരീക്ഷിക്കുക തന്നെ ചെയ്യുന്ന അതിന്റെ ഒരു പരീക്ഷണം ഇതേ. പിന്നെ സമസ്തക്കാർക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടാവില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടാവില്ല. കാരണം മതത്തിന്റെ കാര്യത്തിലെങ്കിൽ അഭിപ്രായ ഭിന്നതകൾക്ക് ഉണ്ടെങ്കിലല്ലേ ആർക്കും എന്തും ചെയ്യാം. ജമാഅത്തെ ഇസ്ലാമിയിൽ ജിന്നുണ്ട് ഒരുത്തന് പറയാ, ജിന്നില്ല, നിങ്ങളെ സ്റ്റേറ്റ് സെക്രട്ടറി ആക്കാം, കുറച്ചുകൂടി തിരക്കേടില്ല, പുതിയ തലമുറയെ നയിക്കാൻ നിങ്ങളെ പറ്റിയ ഈ സീറും ജിന്നും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് ജമിയത്തുൽ ഉലമയിൽ ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ? മുജാഹിദുകളുടെ പ്രത്യേകത എന്താ? നടുറോട്ടിൽ ജിന്നൂരികൾ എന്ന് വിളിക്കപ്പെടുമ്പോഴും നവകുബൂരികൾ എന്ന് വിളിക്കപ്പെടുമ്പോഴും അങ്ങനെ പല പേരുകളിൽ വിളിക്കപ്പെടുമ്പോഴും ഞങ്ങളുടെ പ്രത്യേകത എന്താ? അല്ലാഹുവേ, നീ പറയാത്തതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ലാഹുവേ, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന ഉത്തമ തലമുറ പറഞ്ഞത്. അതല്ലാത്തതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ പറ്റി ആരും എന്ത് പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായിന്നറിയോ? ജിന്നിനെ കുറിച്ച് സമൂഹം സമഗ്രമായിട്ട് പഠിച്ച്, എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ച്, എന്തൊക്കെ മനസ്സിലാക്കി, എന്തെല്ലാം വിഷയങ്ങൾ പഠിച്ച്, എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, എത്രത്തോളം അത് ഉണ്ട്, എത്രത്തോളം അതിനെ പേടിക്കണോ, എത്രത്തോളം പേടിക്കേണ്ടയില്ല, എന്താ അതിന്റെ ഒക്കെ നിജസ്ഥിതി. സത്യം പറയും, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറ. ഈ ചർച്ച കൊണ്ട് എന്തൊക്കെ പഠിക്കാൻ കഴിഞ്ഞു? വൈബന്ധ, അദൃശ്യമെന്താ, ദൃശ്യമെന്താ, ഭൗതികമെന്താ, അഭൗതികമെന്താ, ആപേക്ഷിക വൈബന്ധ, യഥാർത്ഥ വൈബന്ധ, എന്തൊക്കെ പഠിച്ചു. പ്രാർത്ഥനയുടെ നിർവചനം പഠിച്ചു. പുതിയ കുട്ടികള്, തലമുറയിൽപ്പെട്ടവര്, പണ്ഡിതന്മാര്, സംശയം ഉണ്ടായവര്, എന്തൊക്കെ ഉണ്ടായി. നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ ശർറാന്ന് തോന്നിയാലും അതിലെല്ലാം അള്ളാഹു കൃത്യമായ ചില ഖൈറുകൾ വെക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊന്ന് പിറകോട്ട് വാ. ഒരു വ്യാഴവട്ടക്കാല പിറകോട്ട് മടവൂരികളുമായി അഥവാ മർക്കസുദ്ദാവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഞങ്ങളാകുന്ന മുജാഹിദുകൾ എന്ന് പറയുന്ന ആളുകൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള 10 കൊല്ലം, ഇത് 90 മുതൽ 2000 വരെയുള്ള ആ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആ വർഷക്കാലത്തെ പ്രോഗ്രാം നോട്ടീസുകൾ പലതും ഉണ്ടാവും. എന്റെ ഒക്കെ അടുത്ത് പരിശോധിച്ചാല് ആ കാലഘട്ടത്തിൽ തൗഹീദി പ്രബോധനത്തിൽ നിന്ന് പുറകോട്ട് ഇങ്ങനെ വലിക്കുന്ന സംരംഭങ്ങളായിരുന്നു. അപ്പൊ ഞാനൊക്കെ അനുഭവിച്ച ചെറിയ അക്കാലഘട്ടത്തിൽ 10 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥയാ പറയുന്നത്. പ്രസംഗത്തിന് ഡേറ്റ് ബുക്ക് ചെയ്യും, മനസ്സിൽ വളരെ വിരോധം വെച്ചിട്ട് ബുക്ക് ചെയ്യണേ. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ തൗഹീദ് പറയരുത്, ദഅവത്ത് നടത്തരുത്, കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ഹക്ക് വിളിച്ചു പറയരുത്. അതുകൊണ്ട് ഡേറ്റ് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? തലേന്ന് വരെ പരിപാടി ഉള്ളതൊക്കെ ആയിട്ട് നമ്മുടെ വിവരം എങ്ങനെ അറിയിക്കും. പരിപാടിന്റെ നമ്മൾ പുറപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പോ പുറപ്പെട്ട് കഴിഞ്ഞാലോ പറയും, ഇന്ന് കാരണം കൊണ്ട് ബാലുശ്ശേരി ആ പരിപാടി ഇല്ലാണ്ടായി, ക്ഷമിക്കണം, നിങ്ങൾ മടങ്ങിപ്പോണം അറിയിക്കാൻ കഴിഞ്ഞാൽ. സത്യത്തിൽ ഓനൊന്നും ചെയ്തിട്ടില്ല, ഓൻ ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്യാന്നുള്ളായിരുന്നു അവന്റെ പണി. ആ 10 കൊല്ല കാലഘട്ടം നടന്നതൊക്കെ അങ്ങനെയാണ്.
ആ 10 കൊല്ലക്കാലത്തിന് ശേഷമുണ്ടായ, ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ അനിവാര്യമായും പടച്ച തമ്പുരാന്റെ തീരുമാനത്തിന്റെ ഭാഗമുണ്ടായ ആ പിളർപ്പുണ്ടല്ലോ, ആ പിളർപ്പിന് ശേഷമുള്ള 12 കൊല്ലം ഞാൻ ന്യായമായി ചോദിക്കുന്നു, ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളോടും മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അസൂയ തോന്നിയിട്ടില്ലായിരുന്നു? ജൂതന്മാർക്ക് തോന്നിയ അസൂയ മുസ്ലിങ്ങളെ കുറിച്ച് ആലുംബ്രാനില്ലാതെ പറയുന്നത്, ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ അവർ കൊതിച്ചുപോയി, ഞങ്ങൾക്കും ഒരു സാൽവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്കും ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്കും ഒരു ഡിലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്കും ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നെങ്കിൽ, അസൂയാവഹമായിരുന്നില്ലേ, സ്ഫോടനാത്മകമായിരുന്നില്ലേ? ഒരു ഷെറി എന്ന് നമ്മൾ വിചാരിച്ചത് മഹാഖൈറിലേക്കുള്ള ഒരു യാത്ര. എന്നാൽ അന്നും ഇതിൽ നിന്ന് കൃത്യമായി അഖലാനിയത്ത് മനസ്സിൽ ഉൾക്കൊള്ളുകയും അവസരം കിട്ടിയാൽ പുറത്തു പറയാം എന്ന് വിചാരിച്ച കുറച്ചാളുകളെയും കൂടെ ശുദ്ധീകരിച്ചിട്ട് ടോപ്പ് 918 കേരളത്തിൽ മുന്നോട്ട് നീങ്ങേണ്ട ഒരു വിഭാഗത്തെ കേരളത്തിൽ ഉണ്ടാക്കാൻ പഠിച്ചോ തീരുമാനിച്ചതാണെങ്കിലോ അതുകൊണ്ട് ബേജാറാവണ്ട. എനിക്ക് കേട്ടോളൂ, നെല്ലും പതിനും വേർതിരിച്ചു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ കേട്ടോളൂ. ഇമാമിന്റെയും കൂട്ടുകാരുടെയും ഉറച്ച നിലപാട് ഖലീഫ മഅ്മൂനെയും മുഅ്തസിലി പണ്ഡിതനും ന്യായാധിപനുമായ ഇബ്നു അബി ദാവൂദിനെയും ശുണ്ഠി പിടിപ്പിച്ചു. ഏത് നിലക്കും പണ്ഡിതന്മാരെ കൊണ്ട് തങ്ങളുടെ വാദം സമ്മതിപ്പിക്കണം. അടുത്ത വാചകം ശരിക്കും ശ്രദ്ധിക്കണേ. ഏത് നിലക്കും പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഇന്ന വാദം ഞങ്ങൾക്ക് സമ്മതിപ്പിക്കണം, എങ്കിലേ പൊതുജനം അംഗീകരിക്കുകയുള്ളൂ. ഖലീഫയും ന്യായാധിപനും സഗൗരവം കൂടി ആലോചിച്ചു. ഏതിലേക്കായി ഇന്ന് ലമീർ നിങ്ങൾ മടക്കിക്കൊള്ളി. ഇക്കാലഘട്ടത്തിൽ ഇതിന്റെ ലമീർ എങ്ങോട്ടാ? നിങ്ങൾ മടക്കിക്കൊള്ളി. തീർന്നില്ല, കൂടിയാലോചിച്ചു, തീരുമാനത്തിലെത്തി. പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി പരീക്ഷിക്കണം. നോക്കണേ സഹോദരങ്ങളെ, ഉമരി സാഹിബിന്റെ വാക്കുകളാണ്. എന്തേ അവര് തീരുമാനിച്ചത്? പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി പരീക്ഷിക്കണം. അതെ, ആധുനിക കാലഘട്ടത്തിലെ മുജാഹിദുകളെ, നമുക്കിതൊരു പരീക്ഷണമാണ്. ലോകത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഷൗഖാനി, ഇമാം നവവി, അവിടെ നിങ്ങോട്ടുള്ള ലോകത്തെ സലഫി പണ്ഡിതന്മാരാരും ഷിർക്കാണ് എന്ന് പറയാത്ത കാര്യം ഷിർക്കാക്കാൻ വേണ്ടി പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയും ഞെട്ടിച്ചും അതുപോലെ പിടിച്ചു വെച്ചും നിർബന്ധിച്ചും പിടിപ്പിച്ചും ഈ വസ്തുത ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് നേരിടേണ്ടി വന്നു. തീർന്നില്ല. ആരെല്ലാം തങ്ങളുടെ ഭാഗത്ത് നിൽക്കുമെന്ന് കണ്ടുപിടിക്കണം. അനുകൂലിക്കാത്തവരെ ഭീഷണിപ്പെടുത്തണം. എന്നിട്ട് വഴങ്ങാത്തവരെ നാടുകടത്തണം. എന്നിട്ട് വഴങ്ങാത്തവരെ പിടിച്ചു പുറത്താക്കണം. പടിക്ക് പുറത്തു വെച്ച് പിണ്ടം വെക്കണം. പടിക്ക് പുറത്തു വെച്ചില്ലേ വഴങ്ങാത്തവരെ കണ്ടില്ലേ കാഴ്ചകൾ. സമ്മേളനത്തിൽ പോയാൽ നോക്കിയാൽ നോട്ടീസ് ഒട്ടിച്ചാൽ സ്റ്റേജിലെ 1-ാമത്തെ സഫിലിരുന്നാൽ സദസ്സിലെ 1-ാമത്തെ സഫിലിരുന്നാൽ സ്ഥാനം പോയി ഭീഷണിപ്പെടുത്തിയാണ്, ലെറ്റർ അയക്കുകയാണ്. ഇങ്ങനെ 5 സർക്കുലറുകൾ ഈ കാലഘട്ടത്തിൽ വന്നു. 5 സർക്കുലറുകൾ അതിൽ തുടരുന്നു. തീർന്നില്ല. ആരെല്ലാം പണ്ഡിതന്മാർ നമ്മുടെ ഭാഗത്തു നിൽക്കും, ആരൊക്കെ നമ്മളെ അനുകൂലിക്കില്ല, അവരെ ഭീഷണിപ്പെടുത്തണം. എന്നിട്ട് വഴങ്ങാത്തവരെ നാടുകടത്തണം, അഥവാ ജയിലിലടക്കണം. വേണ്ടി വന്നാൽ വധിക്കുകയും വേണം. വേണ്ടി വന്നാൽ വധിക്കുകയും വേണം. നിങ്ങളിത് കൃത്യമായിട്ട് അറിയണം. തീർന്നില്ല. ഖലീഫ ഇതനുസരിച്ച് തുടരെ കത്തുകൾ എഴുതി. അടുത്ത വാചകം കേട്ടോളി. തുടരെ കത്തുകൾ എഴുതി. റോമക്കാരുമായ അതിർത്തി പ്രദേശങ്ങളിൽ യുദ്ധത്തിലായിരുന്ന മാമൂൻ സൈന്യത്തിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. മുന്നണിയിൽ ക്യാമ്പ് ചെയ്യുന്ന ഖലീഫയോടൊത്ത് അബീ ദാവൂദുമുണ്ട്. എപ്പോഴും ഉണ്ടാവും നേതാക്കന്മാരുടെ കൂടെ. ഇപ്പോഴുണ്ടായ സംഭവത, ഒരു അറബ് രാജ്യത്തേക്ക് ഒരാൾ പറ്റില്ല, ഇന്നെന്താ ആളുകൾ വന്നോട്ടെ എന്ന് പറയുമ്പോ പോകാൻ കഴിയുന്നില്ല. അയാളില്ലാതെ അധികാരത്തിലിരിക്കുന്ന ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. അവിടെ തങ്ങളിലെ കാരണം ഞങ്ങൾ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഒടുവിലെ തീരുമാനമാണ് നടപ്പാകുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നവരോട് റഹ്മാനായ റബ്ബിന്റെ വചനാമൃതങ്ങളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞ വചനങ്ങളെ നിങ്ങൾ പരലോകത്തിന് വേണ്ടി എങ്ങനെ മനസ്സിലാക്കുന്നു? തീർന്നില്ല. എനിക്ക് കേട്ടോളി.
തുടരെ തുടരെ കത്തുകൾ അയച്ചു, സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. മുന്നണിയിൽ ക്യാമ്പ് ചെയ്യുന്ന ഖലീഫയോടൊത്ത് അബീദാവൂദുണ്ട്. അവിടെ നിന്നാണ് കത്തുകൾ അയച്ചിരുന്നത്. കണ്ടോ, അവിടെ നിന്നാ കത്തുകൾ അയച്ചത്. ബഗ്ദാദിലെ ഉദ്യോഗസ്ഥർക്ക്, മറ്റിടങ്ങളിൽ ഗവർണർമാർക്കും ഇവിഷകമായി അയച്ച 5 കത്തുകൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് സർക്കുലർ, ഇന്നത് ഇത്തരത് നടപടികൾ, ഇന്നത് 1, 2, 3 അക്കമിട്ട് പറയുന്ന, അത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കും. ഇതുപോലെ അക്കമിട്ട് പറയുന്ന, അക്കമിട്ടെഴുതി കത്തുകൾ പലതും. അതാണ് അക്കാലഘട്ടത്തിലെ പ്രശ്നത്തിന്റെ ചുക്കാൻ എന്ന തിരിച്ചറിവെന്റെ ബഹുമാന്യരെ, എന്നെ സ്നേഹിക്കുന്നവരെ, ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരെ, ഒന്നിച്ചു നിന്നവരെ, നമ്മളേറെ സ്നേഹിക്കുന്നവരെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. നിങ്ങളിൽ പലരും യഥാർത്ഥ കുറ്റവാളികളെ സ്നേഹിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ തകർക്കുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നു. യഥാർത്ഥ ആദർശത്തിന്റെ സംരക്ഷകരെ നിങ്ങൾ മുശ്രിക് എന്ന് വിളിക്കുന്നു, അന്ധവിശ്വാസികൾ എന്ന് വിളിക്കുന്നു, വിദ്യാർത്ഥികാരെന്ന് വിളിക്കുന്നു, കൊള്ളരുതാത്തവരെന്ന് വിളിക്കുന്നു, ചിന്നൂരികൾ എന്ന് വിളിക്കുന്നു. തീർന്നില്ല. അടുത്തത് അവിടെ നിന്നാണ് തുടരെ തുടരെ 5 കത്തുകൾ ചരിത്രകാരന്മാർ അത് ശേഖരിച്ചു വെച്ചു, രേഖപ്പെടുത്തി. 1, മുഅ്തസിലിന്റെ ചിന്താഗതി വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി പരീക്ഷിക്കാനുള്ള നിർദ്ദേശം. 2, പ്രസിദ്ധമായ 7 ഹദീസ് പണ്ഡിതന്മാരെ താനുമായി ചർച്ചക്കും വാദപ്രതിവാദത്തിനും യുദ്ധരംഗത്ത് നിന്ന് തുർസൂഫിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശവുമായി അയക്കാനും അതേപോലെയുള്ള അയൽ പ്രദേശങ്ങളിലേക്ക് ആളുകൾക്ക് ഈ വിവരം കൊടുക്കാനും തീരുമാനിച്ചു. 3, പൊതുജനങ്ങളോടുള്ള തന്റെ ഉപദേശം, ആശയ സംബന്ധമായി ഈ പുത്തൻ കണ്ടുപിടുത്തം അംഗീകരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതായ കൽപ്പന ഉൾക്കൊള്ളുന്ന കത്ത്. ഏത്? ഇന്ന് നമുക്ക് അന്നെന്തായിരുന്നത്? അള്ളാഹുവിന്റെ മഖ്ലൂഖാണ് ഖുർആൻ എന്ന് പറയണം. അതൊരു പുതിയ വാദമായിരുന്നു. അള്ളാഹിന്റെ കലാമാണ് ഖുർആൻ. അഹ്മദ് ബിൻ ഹംബൽ വഴങ്ങിയില്ല. ഈ പുതിയ വാദം, ഈ പുതിയ ചിന്താഗതി 1971 സൽസബീലിന്റെ വാക്കിൽ യാ ഇബാദല്ലയിൽ ശിർക്കില്ല. ജംഇയ്യത്തുൽ മുമ്പിൽ മഹാപണ്ഡിതന്മാർ ഇന്നടത്ത് അതിൽ ശിർക്കില്ല. ലോകപ്രസിദ്ധ പണ്ഡിതന്മാരുടെ മുമ്പിൽ അതിൽ ശിർക്കില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കൂട്ടത്തിലൊരു വിഭാഗത്തില് അത് ശിർക്കാണ്. അത് പൊതുജനങ്ങളെ അടിച്ചേൽപ്പിക്കണം. തീർന്നില്ല. 4, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് തന്റെ വാദത്തെ അംഗീകരിക്കാൻ ഒരുക്കമില്ലാത്തവരെ ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക. 5 ആത്മരക്ഷാർത്ഥം മുട്ടുശാന്തിക്കായി പുതിയ ചിന്താഗതി അനുകൂലിച്ചവരെ ശക്തിയായി ശകാരിക്കുക. നോക്കണങ്ങളെ, ഇത് ഉമരി സാഹിബ് ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്നത്തെ പ്രസിഡന്റ് എഴുതിയ സൽസബീലെ ലേഖന. ഇതിന്റെ ബാക്കി ഭാഗം വായിക്കാൻ സമയമില്ല. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അത് പറയാതെ വയ്യ, കുറെ പ്രസംഗിച്ചു പോയിട്ട് കാര്യമില്ല. ഒരു കൃത്യമായ ഒരു റൂട്ട് നിങ്ങളുടെ ഈ വിഷയത്തിൽ മുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇമാം ബുഖാരി ആരാ? എത്ര മഹാനാണ്! ഇമാം ബുഖാരിക്ക് ഉണ്ടായ അനുഭവം കേൾക്കണ്ടേ? ഇമാം ബുഖാരി നൈസാബൂരിൽ വരെയാണ്. 60 വയസ്സുകൾക്ക് ശേഷം നൈസാബൂരിൽ ഇമാം ബുഖാരി വരുമ്പോ അവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു, ഇമാം ബുഖാരി ഗംഭീര പണ്ഡിതനാണ്, നിങ്ങൾ എല്ലാവരും പോണമെന്ന്. ആര്? മുഹമ്മദ് യഹിയ അദ്ദുഹ്ലി എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ. കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, യുവാക്കളെ, പഠിക്കുന്നവരെ, പഠിച്ചു വരുന്നവരെ. ഇമാം ബുഖാരിക്ക് 82 വ്യാഖ്യാനമുണ്ട്. അതിലേറ്റവും ശ്രേയസ്കരമായത് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫതുൽ ബാരി. ആ ഫതുൽ ബാരിയുടെ മുഖദ്ദിമയിൽ ഈ ചരിത്ര സംഭവം രേഖപ്പെടുത്തുന്നു. ഫതുൽ ബാരിയുടെ മുഖദ്ദിമയിലെ ഈ സംഭവം ഇങ്ങനെയാണ്. അങ്ങനെ അദ്ദേഹം നൈസാബൂരിലെത്തി. അവിടെ എത്തിയപ്പോൾ ആളുകൾ കൂടി, ഗംഭീര ജനമുണ്ടായി. ആ ജനം അദ്ദേഹത്തെ വളഞ്ഞു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മുഹമ്മദ് യഹിയ അദ്ദുഹ്ലിയിൽ നിന്ന് ഇമാം ബുഖാരി ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്. അത്ര വലിയ പണ്ഡിതനാണ് ആര്? അത്ര വലിയ പണ്ഡിതനാണ് ആര്? ആര്? മുഹമ്മദ് യഹിയ അദ്ദുഹ്ലി. ആ വലിയ, അതായത് അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിച്ച ആളാണ് ബുഖാരി. നമ്മളും പറയും എന്റെ ശിഷ്യനാ, എന്റെ ശിഷ്യനോ അറിയില്ലേ? അത് തന്നെ. പക്ഷേ ഗുരുനാഥന് ശിഷ്യനോട് അസൂയ ഉണ്ടായിക്കൂടെ? ചരിത്രം വായിക്ക്. ഇനി എന്തുണ്ടായത്?
ഈ ബുഖാരിയുടെ സദസ്സിൽ ആളുകൾ ഇങ്ങനെ കൂടിയപ്പോ പണ്ഡിതനായ ഗുരുനാഥനായ അദ്ദേഹത്തിൽ നിന്ന് ബുഖാരി ഹദീസ് സ്വീകരിച്ച് ശബ്ദം സ്വീകരിച്ച ആ ശിഷ്യനോട് ഒരു അസൂയ തോന്നിപ്പോയി. ആർക്ക് 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 മുഹമ്മദ് യഹിയ ദുഹ്ലിക്ക്. എന്നിട്ട് അദ്ദേഹം ചെയ്ത പണിയെ കണ്ടേ, ഇമാം ബുഖാരിക്ക് ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദമുണ്ട്. അള്ളാന്റെ കലാമാണ് നല്ല പറയുന്നത്. അഖീദയിൽ അദ്ദേഹത്തിന് പിഴവുണ്ട്. ഖുർആൻ സൃഷ്ടിയാണ്. അപ്പോ ഇമാം ബുഖാരിയുടെ സദസ്സിൽ ആളുകൾ ഇങ്ങനെ കൂടിയപ്പോ സദസ്സിൽ ഒരാൾ എണീറ്റ് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദമുണ്ടല്ലോ, അഖീദയിൽ പേച്ചുപോയല്ലോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഡയലോഗ് ഇമാം ബുഖാരി വിശദീകരിച്ചു. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, മനുഷ്യന്റെ പ്രവർത്തനം സൃഷ്ടിയാണ്. ഈ വാചകം കോട്ടിമാട്ടി പൊയക്കരയിലെ ജിന്ന് അതന്നെ കേട്ടോളി, ശരിക്കും കേട്ടോളി, കോട്ടിമാട്ടി. ഏത് അദ്ദേഹത്തിന്റെ വാചകം, ഇമാം ബുഖാരിയുടെ വാചകം എന്തായിരുന്നു? വാചകം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, മനുഷ്യന്റെ പ്രവർത്തനം സൃഷ്ടിയാണ്. അത് നേരെ തിരിച്ചിട്ടു. ആര്? മുഹമ്മദ് യഹിയ ദുഹ്ലി പ്രചണ്ഡമായി ബുഖാരിക്കെതിരെ പ്രചരിപ്പിച്ചു. കിട്ടാവുന്ന എല്ലാ സദസ്സുകളിലും ബുഖാരിക്കെതിരെ ആളുകൾ തിരിഞ്ഞു. ഒടുവിൽ എന്തുണ്ടായി പ്രിയപ്പെട്ടവരെ, മുക്മിനുകളെ, മുജാഹിദുകളെ, സമസ്തക്കാരെ, മടവൂരികളെ, ഇതര ജനപദങ്ങളെ, മനുഷ്യ ചരിത്രത്തിൽ നാം കണ്ടുമുട്ടിയ കഥനകഥകളുടെ ധീരോദാത്തമായ രോമാഞ്ചജനകമായ ചരിത്രത്തിന്റെ തന്തുക്കളെ നെഞ്ചകത്താവാഹിച്ചെടുക്കുന്ന ഒരു പുതിയ തലമുറക്ക് വേണ്ടി ജീവിക്കാൻ യുവത്വമുള്ള സമൂഹത്തോട് ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഓർക്കണം, പ്രചണ്ഡമായി പ്രചരിപ്പിച്ച് ഇമാം ബുഖാരിയുടെ സദസ്സിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വന്നു. നിങ്ങൾക്കറിയോ, ഒരൊറ്റ ദറസിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ശിഷ്യന്മാർ ഒരൊറ്റ ദറസിൽ 5000 ആളുണ്ട്. 5000 ഒരൊറ്റ സമയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ സദസ്സിൽ, ഇമാം ബുഖാരിയുടെ സദസ്സിലും കേമമായ സദസ്സ്. ഒറ്റ കാര്യം നിങ്ങൾ ഓർക്കണം, ഒടുവിൽ എന്തുണ്ടായി? ഇമാം ബുഖാരിയുടെ സദസ്സിൽ വെറും 2 ആളായി. സുബ്ഹാനല്ലാഹ്, വെറും 2 ആള് കളവ് പ്രചരിപ്പിച്ചിട്ട് ഇമാം ബുഖാരി അതായിരുന്നോ? ആ പ്രചരിപ്പിക്കപ്പെട്ട പോലെ ഉള്ള ഒരാളായിരുന്നോ ഇമാം ബുഖാരി? അല്ലേ അല്ല. അവസാനം അങ്ങേയറ്റത്തെ വിഷമം സഹിക്കവയ്യാതെ ഇമാം ബുഖാരി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരാളാരാ? ഇമാം മുസ്ലിം എന്നെ, സഹീഹ് മുസ്ലിമിന്റെ കർത്താവ്. ഈ 2 പേരോടും പറഞ്ഞു, ഞാൻ എന്തു പറഞ്ഞിട്ടും ആളുകൾ വിശ്വസിക്കുന്നില്ല. എന്റെ വിശ്വാസം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, സൃഷ്ടിയല്ല. നിങ്ങൾ എന്റെ വിശ്വാസം ഇതായിരുന്നു എന്ന് ഈ നാട്ടിൽ കളവ് പ്രചരിപ്പിക്കുന്നവരോട് നിങ്ങൾ പറയണം. ഞാൻ ഈ വിഷയത്തിൽ ദുർബലനാണ്. ആര്? ഇമാം ബുഖാരി. അതിനേക്കാൾ മാത്രമുള്ളവരൊന്നും അല്ലല്ലോ ഇവിടെ ഉള്ള ഞങ്ങളാരും. അല്ലല്ലോ. പിന്നെ ഇതൊക്കെ വല്ലതും പറയാനുണ്ടോ? സഹോദര, ഇമാം ബുഖാരിക്ക് 2 ആളായി. അവസാനം പോവുകയാണ് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക്. നാട്ടിലെത്തിയപ്പോൾ പരീക്ഷിക്കപ്പെട്ടു. എന്താ പരീക്ഷണം? നാട്ടിലെത്തിയപ്പോ ആ നാട് ഭരിച്ചിരുന്ന മനുഷ്യൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ കൊട്ടാര പണ്ഡിതനായാൽ മതി, എന്റെ മക്കൾക്കും കുടുംബക്കാർക്കും ഒക്കെ ക്ലാസ് എടുക്കുന്ന ഒരാളായിട്ട് ഇവിടെ ഇരുന്നാൽ മതി. അങ്ങനെ എല്ലാവർക്കും ക്ലാസ് എടുക്കുന്ന ആളുകളൊന്നും നിങ്ങളാകണ്ട. ഇന്നും അങ്ങനെയാ. നിങ്ങള് വിജ്ഞാനവേദി എടുക്കണ്ട. മെനയാന്ന് നമ്മുടെ ഉന്നതനായ മുൻ ISMന്റെ ജനറൽ സെക്രട്ടറി കായംകുളത്തുനിന്ന് മടങ്ങിപ്പോന്നു. എന്താ കാരണം? നിങ്ങൾ അന്വേഷിച്ചോ? എന്താ കാരണം? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഈ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവിടുത്തെ പ്രാദേശിക തലത്തിലെ അവര് വാശി പിടിച്ചു, മടപൂരികളെ പറ്റി ഒരക്ഷരവും മിണ്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മിണ്ടിയാൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ല. മുൻ ISMന്റെ ജനറൽ സെക്രട്ടറി ആരാ? ഞാൻ പേര് പറയാതെ അറിഞ്ഞൂടെ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഈ പ്രസ്ഥാനം പ്രതിസന്ധി നേരിട്ടപ്പോ ജീവിതം സമർപ്പിച്ച പ്രബോധകരല്ലേ അവര്? അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ. മടവൂരികളെ പറ്റി ഒരക്ഷരം മിണ്ടിയാൽ കോഴിക്കോടുണ്ടായി. ഈ മുൻ ജനറൽ സെക്രട്ടറിയോട് ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ സംഘടന സ്റ്റേറ്റ് നേതൃത്വത്തിൽ ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു, മടവൂരികളെ പറ്റി ഒന്നും പറയണ്ട. എവിടെ എത്തിയിരിക്കുന്നു? ഭീഷണികൾ എവിടെ എത്തിയിരിക്കുന്നു? ഇമാം ബുഖാരിയോട് ഇവര് പറയണെന്ത്? ഞങ്ങളെ കുട്ടി ക്ലാസ് എടുത്താൽ. അപ്പൊ ഇമാം ബുഖാരി പറഞ്ഞു, വിജ്ഞാനത്തെ കെട്ടിപ്പൂട്ടി വെക്കാൻ ഞാൻ ആളല്ല, എനിക്ക് പരസ്പരം മറുപടി പറയാൻ കഴിയില്ല. വിജ്ഞാനം എല്ലാവർക്കും ഉള്ളതാണ്. അത് വരുന്ന സസ്യൽ നിങ്ങളുടെ കുട്ടികളെ അയച്ചോളൂ എന്ന് പറഞ്ഞു. അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല, നേതാവിന് ഇഷ്ടപ്പെട്ടില്ല, ഭരണാധികാരിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ തീരുമാനിച്ചു. ബഹുമാനീയ ഇമാം ബുഖാരിയെ പീഡിപ്പിക്കാൻ തീരുമാനിച്ചു. എന്തുണ്ടായി?
ബുഖാരിക്ക് ഖുർആൻ കലാമല്ല സിട്ടിയാണ് എന്ന് വാദമുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. സഹിക്കവയ്യാതെ ഇമാം ബുഖാരി നാട് വിട്ടു പോവുകയാണ്. എങ്ങോട്ട്? സമർക്കന്ദിലേക്ക്. ഇനി കേട്ടോളി, അവസാന ഭാഗം കേട്ടോളി. വിശ്വാസികളെ, അതിനേക്കാൾ വലുത് നമ്മളല്ലല്ലോ, അതിനേക്കാൾ മഹാന്മാര് നമ്മളല്ലല്ലോ. അള്ളാന്റെ വലിയായിരുന്നു ഇമാം ബുഖാരി എന്നതിന്റെ തെളിവ്. ചോദിച്ച കാര്യം അപ്പൊ തന്നെ അള്ളാഹ് സ്വീകരിച്ചു കളഞ്ഞു. നിങ്ങൾ കേൾക്കണ്ടേ, സമർക്കന്ദിലേക്ക് ബുഖാരി പോകുമ്പോ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല സിട്ടിയാണെന്ന് വാദിക്കുന്ന പിഴച്ചാളാണ് ബുഖാരി ഇമാം എന്ന് വാദിക്കപ്പെടുകയും മനം നൊന്ത് വേദനിച്ച് സമർക്കന്ദിലെത്തി ആ മഹാനായ വ്യക്തിത്വം ലോക മുസ്ലിമീങ്ങൾക്ക് 16 വർഷം 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് നിരന്തരമായി പഠിച്ച് 2 മാസ വഴി ദൂരമുള്ള ദൂരത്ത് ഹദീസ് സ്വീകരിക്കാൻ പാടുപെട്ട് കഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ പോലും കഴിയാതെ അഥവാ മറന്നുപോയി മുസ്ലിം ലോകത്തിന് സഹീഹ് ബുഖാരി എന്ന് പറയാൻ ആവർത്തിത ഹദീസുകളുടെ ഈ 7379 ഹദീസുകൾ ലോകത്തിന് സമ്മാനിച്ച ഇമാം ബുഖാരി സമർക്കന്ദിൽ വെച്ച് പ്രാർത്ഥിച്ചു, നാഥാ നിന്റെ ഭൂമി വിശാലമാണ്, നിന്റെ ഭൂമി വിശാലമാണ് നാഥ, പക്ഷേ എനിക്ക് നിന്റെ ഭൂമി ഇടുങ്ങിയതായി തോന്നുന്നു. ഇന്നത്തെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ എനിക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് നാഥ, നീ വിനീതനായ എന്നെ നിന്നിലേക്ക് വിളിക്കണമേ.